ജെബീം, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തെ കാവ്യവൽക്കരിക്കാനുള്ള സമ്പൂർണമായ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ പരിപാടി അതേപടി കേരള ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ കാവ്യവൽക്കരിക്കാനുള്ള വിദ്യാഭ്യാസ പദ്ധതിയുമായി മുന്നോട്ട് വരുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാർ അജണ്ടയെ അതിനെ താലോലിക്കുകയും അതിനെ കുടപിടിക്കുകയും ചെയ്യുകയാണ് കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം തന്നെ ഭാരത് മാതാ കി ജയ് വിളിച്ചതിന് പാർട്ടിയിൽ വിമർശനം നേരിടേണ്ടി വന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന NDA ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ താലോലിക്കുകയും സംഘപരിവാർ അജണ്ട ഒളിച്ചു കടത്തുകയല്ല, തെളിച്ചു തന്നെ കടത്തുന്ന നിലയിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആളുകളാണ് ബഹുജൻ സമാജ് പാർട്ടി BJPയുടെ B ടീമാണ് എന്ന ആരോപണങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. BJPയുടെ B ടീമാണ് BSP എന്ന ആരോപണം ഉന്നയിക്കുന്ന ഇതേ ആളുകൾക്ക് BJPയുമായും സംഘപരിവാറുമായും RSSുമായും പലതവണ ചർച്ച നടത്തുവാനും അവരുമായി സഖ്യം ചെയ്യുവാനും അവരുടെ വോട്ട് തേടുവാനുമൊന്നും യാതൊരു മടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് BSPയെ അത് BJPയുടെ B ടീമാണ് എന്ന ആരോപണങ്ങൾ പല നിലകളിൽ ഇത്തരം ആളുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. RSSുമായി CPM ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ തന്നെ തുറന്ന് പ്രഖ്യാപിച്ചതാണ്. ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് പോകുന്ന ആളുകളും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കുടപിടിക്കുന്നവരും അതേപടി നടപ്പിലാക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന കേരള ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMും സത്യത്തിൽ ഇവരാണ് സംഘപരിവാറിൻ്റെ B ടീമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും കേരള ജനത മനസ്സിലാക്കേണ്ടതാണ്. അതിനേക്കാൾ ഏറ്റവും വളരെ തമാശ കലർന്ന, അതിനുമപ്പുറത്ത് ഗൗരവതരമായ ഒരു സംഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 9-ാം തീയതി ലക്നൌവിൽ വെച്ച് ബഹുജൻ സമാജ് പാർട്ടി അതിൻ്റെ ദേശീയ അധ്യക്ഷ പങ്കെടുത്തുകൊണ്ടുള്ള വമ്പൻ റാലി ലക്നൌവിൽ വെച്ച് നടക്കുകയുണ്ടായി. രാജ്യത്തെ ഇംഗ്ലീഷ് പത്രങ്ങളടക്കം, രാജ്യത്തെ ഹിന്ദി പത്രങ്ങളടക്കം, വ്യത്യസ്തമായ ഭാഷാപത്രങ്ങൾ, വടക്കേ ഇന്ത്യൻ പത്രങ്ങൾ, വിദേശ മാധ്യമങ്ങൾ, ചാനലുകൾ എല്ലാം വളരെ മനോഹരമായ നിലയിൽ, വളരെ ഗംഭീരമായ നിലയിൽ ഏതാണ്ട് 15 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തുവെന്ന് ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്ന ആ റാലി വളരെ കാര്യമായ നിലയിൽ വിദേശ മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളുമെല്ലാം വാർത്ത കൊടുത്തപ്പോൾ മലയാളത്തിലെ ഒരൊറ്റ പത്രവും അങ്ങനൊരു പരിപാടി നടന്നതായി, അത്തരത്തിലൊരു റാലി BSP നടത്തിയതായി ഒരു വാർത്തയും കേരളത്തിൽ കൊടുക്കാൻ തയ്യാറായില്ല. ഒരു വാർത്ത പോലും കൊടുത്തില്ല. പക്ഷേ കേരളത്തിൽ മാധ്യമം എന്ന് പറയുന്നൊരു പത്രം അതിൻ്റെ വാർത്ത കൊടുത്തത് ഇപ്രകാരമാണ്. മാധ്യമത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടു. മറ്റ് പത്രങ്ങളൊന്നും ആ വാർത്ത കൊടുക്കാതിരുന്നപ്പോൾ മാധ്യമം എന്ന് പറയുന്ന പത്രത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് കണ്ടത് മായാവതി
ലക്നൌവിൽ റാലി നടത്തിക്കൊണ്ട് ബി ജെ പിയുമായി അടുക്കുന്നു എന്നാണ്. എന്തടിസ്ഥാനത്തിലാണ് മാധ്യമം പത്രം ആ നിലയിലൊരു തെറ്റായ വാർത്ത ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല. മാധ്യമം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രധാനമായും ജമാഅത്തെ ഇസ്ലാമിയും RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. RSSുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ സംഘപരിവാറുമായി RSSുമായി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നേതൃത്വത്തിലുള്ള മാധ്യമം പത്രവും അവസരം കിട്ടുമ്പോഴൊക്കെ ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരായി ഈ ബി ടീം വാദം സജീവമായി മുന്നോട്ട് വെക്കാൻ രംഗത്ത് വരാറുള്ളത് നമ്മളെല്ലാവരും കാണുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, സംഘപരിവാർ അജണ്ടയും NDA ഗവൺമെൻറ്റിൻ്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ പദ്ധതിയും അതേപടി നടപ്പിലാക്കാൻ തയ്യാറായ CPMഉം അതിന് CPM നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും BJPയുടെ ബി ടീം അല്ല എന്നാണ് അവകാശപ്പെടുന്നത്. RSSുമായി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമി BJPയുടെ ബി ടീം അല്ല എന്നാണ് അവകാശപ്പെടുന്നത്. അവർ നേതൃത്വം കൊടുക്കുന്ന മാധ്യമം പത്രം, നിങ്ങൾ മനസ്സിലാക്കണം, RSSുമായി പല സമയങ്ങളിൽ ചർച്ച നടത്തുകയും തെരഞ്ഞെടുപ്പിലടക്കം സഹകരിക്കുകയും ആ തരത്തിലുള്ള ഒരുമിച്ചുള്ള വേദി പങ്കിടുകയും ഒക്കെ ചെയ്ത ഈ ആളുകളാണ് ബഹുജൻ സമാജ് പാർട്ടിക്കെതിരെ ഈ ബി ടീം ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രകരമായ ഒരു സംഗതിയാണ്. കേരളത്തിലെ CPMഉം കേരളത്തിലെ ഈ നിലയിൽ RSSുമായി ചർച്ച നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയും അവർ നേതൃത്വം കൊടുക്കുന്ന മാധ്യമം പത്രവും BSPക്കെതിരെ ഈ നിലയിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത രാജ്യത്തുയർന്നു വരുന്ന ഹിന്ദു രാഷ്ട്രവാദത്തോടും സംഘപരിവാർ രാഷ്ട്രീയത്തോടും ഒരു കോംപ്രമൈസുമില്ലാതെ അൺകോംപ്രമൈസ്ഡായി പോരാടി നിൽക്കുന്ന ഒരേ ഒരു ജനാധിപത്യ രാഷ്ട്രീയ ബഹുജന പ്രസ്ഥാനം ബഹുജൻ സമാജ് പാർട്ടി മാത്രമാണ്. അത് അംബേദ്കറുടെ ഐഡിയോളജിയിൽ ഉറച്ചു നിൽക്കുന്ന ഈ ഹിന്ദു രാഷ്ട്രവാദത്തിനെതിരായി, ഈ ജാതിവാദത്തിനും ബ്രാഹ്മണിസത്തിനെതിരായി ഉള്ള ശക്തമായ ഒരു ഐക്കണായി നിലനിൽക്കുന്ന, ബാബാ സാഹേബ് അംബേദ്കറുടെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, നിങ്ങളാര് സംഘപരിവാറുമായി കോംപ്രമൈസ് ചെയ്താലും, നിങ്ങളാര് RSSുമായി ചർച്ച നടത്തിയാലും, നിങ്ങളാര് ഹിന്ദു രാഷ്ട്രവാദത്തെ മൃദുവായി സ്വീകരിച്ചാലും അതല്ലാത്ത നിലയിൽ സ്വീകരിച്ചാലും അതിന് കീഴ്പ്പെട്ടാലും ഒരിക്കലും അതിന് കീഴ്പ്പെടാത്ത ആളുകളാണ് അംബേദ്കറൈറ്റുകൾ എന്നുള്ളത്, ബഹുജൻ രാഷ്ട്രീയം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക തന്നെ വേണം. അതുകൊണ്ട് ഈ നിലയിൽ ചെറുതും വലുതുമായ നിലകളിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ അംഗീകരിക്കുകയും അതിനെ തഴുകിത്തലോടുകയും അവരുമായി ചർച്ച നടത്തുകയും ചെയ്ത് അത് കഴിഞ്ഞ് വന്നിട്ട് ബഹുജൻ സമാജ് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ BJPയുടെ ബി ടീം എന്ന് വിളിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.